ദിവസത്തിനകത്ത് ബി മാരത്തോൺ ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ്. അവസാനിച്ചതിനകത്ത് വിജയിച്ചിരിക്കുന്നത് നമ്മുടെ ആര്യനാണ്. ആര്യന് 29 കോയിനുകൾ കിട്ടി. ബിഗ് ബോസ് എല്ലാവരുടെയും കയ്യിൽ 10 കോയിനുകൾ വീതം കൊടുത്തിട്ട് ഏറ്റവും നല്ലതുപോലെ ഗെയിമിൽ പെർഫോമൻസ് ചെയ്തവർക്ക് കോയിനുകൾ കൊടുക്കാനുള്ള ഒരു ചടങ്ങുണ്ടായിരുന്നു. ഈ ചടങ്ങിനകത്ത് ഏറ്റവും കൂടുതൽ കോയിനുകൾ കിട്ടിയിരിക്കുന്നത് നമ്മുടെ ആര്യനാണ്. അത് കഴിഞ്ഞാൽ അനുമോൾക്കാണ് കിട്ടിയിരിക്കുന്നത് 18 കോയിനുകൾ. അത് കഴിഞ്ഞാൽ നമ്മുടെ സാബുമാന് കിട്ടിയിരിക്കുന്നത് 18 കോയിനുകൾ. ഇവിടെ ഒരു ഗെയിം നടന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആര്യന് ഈ 29 പോയിന്റുകൾ കിട്ടാൻ കാരണമെന്ന് പറഞ്ഞാൽ, നമ്മുടെ നിവിൻ ഇവിടെ ഒരു ഗെയിം മാറ്റി കളിക്കുന്നുണ്ട്. നിവിനാണെങ്കിൽ തന്റെ കയ്യിലുണ്ടായിരുന്ന ഫുൾ കോയിനുകളും ആർക്ക് നൽകുന്നുണ്ട്? ആര്യന് നൽകുന്നുണ്ട്. കാരണമായിട്ട് നിവിൻ പറയുന്നത് ആര്യൻ ഡിസർവിങ് ആണെന്ന്. അനുമോൾക്ക് യാതൊരു അർഹതയില്ല എന്ന് വെച്ചാൽ അനുമോൾക്ക് അത് കിട്ടരുതെന്നുള്ള വാശിയിലാണ് നമ്മുടെ നിവിൻ ഇവിടെ ആര്യന് കോയിനുകളെല്ലാം കൂടെ കൊടുക്കുന്നത്. കാരണം എന്തുകൊണ്ടാണെന്നറിയോ? അപ്പം നമ്മുടെ അനുമോള് ഈ ആഴ്ചയിൽ നോമിനേഷൻ ഉണ്ടായിരുന്നു. നോമിനേഷനിൽ നിവിനെ ആണ് നോമിനേറ്റ് ചെയ്തത്. അപ്പം നോറയും ചേർന്ന് 2 പോയിന്റുകളാണ് കിട്ടി. 2 വോട്ട് കിട്ടിയാണ് നമ്മുടെ നിവിൻ ഈ ആഴ്ചയിൽ നോമിനേഷൻ വന്നിരിക്കുന്നത്. അതിന് കാരണക്കാരി അനുമോളാണെന്ന് പറഞ്ഞാണ് ഇവിടെ ഭയങ്കരമായിട്ട് ബഹളം നടക്കുന്നുണ്ടായിരുന്നു അന്ന് മുതലേ. അതിന്റെ ഒരു വൈരാഗ്യം ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ നിവിൻ എടുത്തിടുന്നുണ്ട്. അത് ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് പുള്ളിക്കാരൻ പലതവണ അനുമോളുമായിട്ട് ഈ ആഴ്ചയിൽ തന്നെ നല്ല വഴക്കുകൾ പല സ്ഥലത്തും ലൈവിൽ നടന്നിട്ടുണ്ട്, എപ്പിസോഡിലെങ്കിലും. അപ്പൊ അത് ഉള്ളിൽ വെച്ചിരിക്കുന്ന നിവിൻ മനഃപൂർവ്വം അനുമോൾക്ക് കിട്ടരുത് എന്ന വാശിയിലാണ് തന്റെ കയ്യിലുണ്ടായിരുന്ന 9 കോയിനുകൾ ഒരുമിച്ച് ആർക്ക് കൊടുക്കുന്നുണ്ട്? നമ്മുടെ ആര്യന് കൊടുക്കുന്നു. അങ്ങനെ ടാസ്ക് വിജയിച്ചിരിക്കുന്ന ആര്യനാണ്. സ്പെഷ്യൽ പവർ കിട്ടിയിരിക്കുന്ന ആര്യനാണ്. സ്പെഷ്യൽ പവർ എന്തുവാണെന്ന് ബിഗ് ബോസ് ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷെ അനുമോൾക്ക് ആ പവർ കിട്ടരുതെന്ന് താൻ ആഗ്രഹിക്കുന്നെന്നും നിവിനും പറയുന്നുണ്ട്.